മൂസ നബി അലൈഹി സ്വലാം പറഞ്ഞു, അതപ്പോ അതെല്ലാവരും ചെല്ലണതല്ലേ എന്ന്. മൂസ നബി അലൈഹി സ്വലാം പടച്ച റബ്ബിനോട് പറഞ്ഞു, കുല്ലു ഇബാദുക യഖൂലുഹാ, പടച്ചോൻ അതെല്ലാവരും ചൊല്ലിക്കൊണ്ടിരിക്കുന്നതാണല്ലോ, എല്ലാവരും ചെല്ലുന്നതല്ല ഞാൻ ചോദിക്കുന്നത്. വളരെ പ്രത്യേകമായിട്ട് എനിക്ക് സ്വന്തമായിട്ട് സ്പെഷ്യലായിട്ട് എനിക്കൊരു ദിക്ർ കിട്ടണം, അല്ലെങ്കിൽ എനിക്കെന്തെങ്കിലും പറഞ്ഞു തരണം. ആ സമയത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല മൂസ നബി അലൈഹി സ്വലാമിനോട് പറയാണ്, മൂസ നബിയെ, മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ ഹാദിഹിൽ അയ്യാമി മറ, ഈ പരിശുദ്ധമായ ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തിൻ്റെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നിങ്ങൾ പറഞ്ഞാൽ, ലൗ വളഅതി സമാവാതു സബ്അ വൽ അർളൂന സബ്അ ഫീ കഫത്തിൽ മീസാൻ, അല്ലാഹു നാളെ മഹ്ശറ സഭയിൽ നന്മ തിന്മകൾ തൂക്കപ്പെടുന്നൊരു തുലാസിൽ നമ്മുടെ സകലമാന നന്മകളും വെച്ചു. 7 ആകാശത്തിലുള്ളതും 7 ഭൂമിയിലുള്ളതും തുലാസിൻ്റെ ഒരു തട്ടിൽ വെച്ചു. നമ്മൾ ദുൽഹിജ്ജ മാസത്തിന്റെ ആദ്യത്തെ 10 ദിവസത്തിൽ ഒരൊറ്റ തവണ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ദിക്ർ മറ്റേ തട്ടിലും വെച്ചാൽ ലതഖലത് വറജഹത് ഹാദിഹിൽ മഖാലതു അലൈഹിന്ന ജമീഅ, ഈ പാരാവാരം പോലെ പരന്നു കിടക്കുന്ന ആകാശഭൂമികൾ ഉൾക്കൊള്ളുന്ന ഈ അണ്ടകടാഹം മുഴുവനും തുലാസിന്റെ ഒരു തട്ടിലും ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹയെ തുലാസിന്റെ മറ്റൊരു തട്ടിലും വെച്ചാൽ, അത് ദുൽഹിജ്ജയിലെ ആദ്യത്തെ 10 ദിവസത്തെ ഏതെങ്കിലും ഒരു സെക്കൻഡിൽ ചൊല്ലിയതാണെങ്കിൽ ആകാശഭൂമികളും അതിലുള്ളതിനേക്കാളും ഭാരമുള്ളത് ആ ഒരൊറ്റ ലാ ഇലാഹ ഇല്ലല്ലാഹ് സയ്യിദുനാ കലീമുല്ലാഹി മൂസ നബിയോട് പടച്ച റബ്ബ് പറഞ്ഞു കൊടുക്കുകയാണ്. അല്ലാഹു ഭാഗ്യം തരട്ടെ. അത്രയും പവിത്രതയുള്ള പരിശുദ്ധമായ മാസമാണേത് ദുൽഹിജ്ജ എന്ന് പറയുന്നത്.